നമുക്കും പ്രതീക്ഷയുണ്ട് തങ്ങളെ റബീഉൽ അവ്വലിൽ അവസാനിക്കരുത് നമ്മുടെ ഈ മഹബത്തൊന്നും. ഒറ്റയ്ക്കിരുന്ന് പാതിരാത്രി ഒന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞു നോക്കൂ, ഉറപ്പ് തീർച്ച നമ്മളെ ഏറ്റെടുക്കും. തങ്ങളുമായി റിലേറ്റഡ് ആയതുകൊണ്ടാണ് സ്വലാത്ത് എങ്ങനെയല്ലാലും അള്ളാഹ് കൂലി കൊടുക്കണം. അബൂലഹബ് ശരിക്കും മുത്തുനബി തങ്ങളുടെ കഠിന ശത്രുവല്ലേ, എത്രമാത്രം ബുദ്ധിമുട്ടിച്ചാളാ. പക്ഷെ തിങ്കളാഴ്ച മൂപ്പരിക്ക് കൈവിരലിന്റെ ഇടയിലൂടെ വെള്ളം ഇങ്ങനെ വരുന്നത് എന്തുകൊണ്ടാ? ഒരു സുഖം ലഭിക്കുന്നത് ജന്മദിനത്തിൽ സന്തോഷിച്ചതുകൊണ്ട്. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മൗലിദ് രാവിന്റെ പേരിൽ ഈ യൂണിറ്റിൽ പ്രത്യേകിച്ചും എത്ര രാത്രികൾ ഉറക്കൊഴിഞ്ഞു. ഇത്ര മനോഹരമായ ഈ ഡെക്കറേഷൻ സംവിധാനങ്ങളും ഈ ഫെസിലിറ്റീസും അവർ സംവിധാനിച്ചത് ആരെയും കാണിക്കാനല്ലോ, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. കൂട്ടുകാരെ, ഇത് വെറുതെ ആവില്ല. അബൂലഹബ് എന്ന കഠിന ശത്രുവിന് നരകത്തിൽ ആനുകൂല്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ നബിദിനാഘോഷം നടത്തിയാൽ എങ്ങനെ അല്ലാഹു അയാൾക്ക് പ്രതിഫലം കൊടുക്കാതിരിക്കും എന്ന് സുയൂത്തി ഇമാം അൽ-ഹാമിലിൽ ഫതാവയിൽ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് തുടരണം, എല്ലാ കൊല്ലവും തുടരണം. അപ്പോഴൊക്കെ നമുക്ക് ഹബീബ് ഷഫീഖിനെ ഓർത്തുകൊണ്ടിരിക്കണം. റബ്ബേ, ആ മോന്റെ ഖബർ നീ സ്വർഗ്ഗാക്കണേ റഹ്മാനേ. കൂട്ടുകാരെ, നമുക്ക് മഹബത്തിൽ ഒന്ന് ലയിച്ചു ചേരണം. ആ ഒരു ലോകം, ആ ഒരു ആനന്ദമുള്ള ഇഷ്കിന്റെ ലോകത്തേക്ക് നമുക്ക് ചേർന്ന് നിന്നാൽ എന്തൊരു സുഖമായിരിക്കും മനസ്സിൽ, എന്തൊരു സുഖമായിരിക്കും. ഓരോ സുന്നത്ത് ചെയ്യുമ്പോഴും തങ്ങൾ ഇങ്ങനെ മുന്നിൽ കാണുന്ന പോലെ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഹദീസ് ക്ലാസ് എടുക്കുമ്പോൾ ബോധം കെട്ടു വീണുപോയി. കുറച്ച് കഴിഞ്ഞ് ബോധം തള്ളിയപ്പോൾ മാലിക് ഇമാമിനോട് അവർ ചോദിച്ചു, എന്താ നിങ്ങളെ ബോധം നഷ്ടപ്പെട്ടത്? അത് തങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി എന്റെ ഖൽബിൽ അങ്ങ് കയറിപ്പോയി, പിന്നെ എനിക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല, ഞാനങ്ങ് പോയി. ആ തങ്ങൾ നമുക്കൊന്നിങ്ങനെ ഒരു അനുഭവിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് അത്തഹിയാത്തിൽ സലാം പറയുമ്പോൾ വഅലൈക്കും അസ്സലാം എന്ന് മദീനയിൽ കേൾക്കാതെ ബാക്കി പറയാത്ത മഹത്തുക്കൾ ഉണ്ടായിരുന്നു ഇന്നലകളിൽ. അഹ്മദ് റിളാ ഖാൻ തങ്ങൾ ഒരു വട്ടം മടക്കുന്ന കേൾക്കാത്തതുകൊണ്ട് 3 വട്ടം അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് ആവർത്തിച്ച് ചൊല്ലിയ മഹാന. നമുക്ക് മടക്കി കേൾക്കുന്ന ഒന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ പറച്ചിലിന്റെ സമയത്ത് മടക്കണം എന്നൊരു തോന്നണ്ടേ? വേണം. തങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തവണ നമുക്ക് വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല. അവിടുത്തെ നുബുവത്തിന്റെ ചുണ്ടുകൊണ്ട്, ലോകത്തെ ഏറ്റവും ശുദ്ധിയുള്ള മനസ്സുകൊണ്ട്, ലോകത്തെ ഏറ്റവും വലിയ മുത്തഖിയായ തങ്ങൾ ഏറ്റവും വലിയ തെറ്റുകാരായ നമ്മളോടെങ്ങാനും വഅലൈക്കും അസ്സലാം മോനെ അല്ലാഹ് രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? സലാം മടക്കോന്നാണ് പിന്നെ ഒരു ആശങ്ക. നിങ്ങൾ അസ്സലാമു അലൈക്കും എന്ന് കേട്ടാൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ വെറും വഅലൈക്കും അസ്സലാമിൽ ചുരുക്കരുത്, റഹ്മത്തുള്ളാഹി ആഡ് ചെയ്യണം, ബറകാത്ത് കൂട്ടിച്ചെല്ലണം എന്നൊക്കെ പഠിപ്പിച്ച നേതാവ് മടക്കാതിരിക്കുക. സലാം പറഞ്ഞ നമ്മളെ ഓർമ്മ ഉണ്ടാവുമെന്നാണ് പിന്നൊരു സംശയം. അയ്യേ, നുബുവത്തിന് മുമ്പ് തന്നെ ഇന്നീല അരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബല നുബുവസ വഇന്നീല അരിഫുഹു അൽആൻ. നുബുവത്തിന് മുമ്പ് തന്നെ മക്കയിലുള്ള ഊടുവഴികളിലുള്ള കല്ല് ചെല്ലുന്ന സലാമിനെ ഇപ്പോഴും എനിക്ക് പരിചയമുണ്ട്. സലാം ചെല്ലിയ കല്ലിനെ മെമ്മറിയിൽ സേവ് ചെയ്ത നേതാവിനെ ഉമ്മത്തിന് എങ്ങനെ സേവ് ചെയ്യാതിരിക്കും? പറയണം ആത്മാർത്ഥത്തോടെ, പൊട്ടിക്കരിഞ്ഞുകൊണ്ടുള്ള ഒരു വർത്താനം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. ആ ഒരു ലോകത്തേക്ക് പൊട്ടൻ ജീവിതവും തെറ്റിലായിട്ടുള്ള ജീവിതമൊക്കെ ഉണ്ടാകും. ചെറുപ്പകാലം അല്ലേ, ചാബല്യങ്ങൾ ഉണ്ടാവും. നന്നാവണം, മാറണം. ഒരു ഘട്ടം വരെ ഒക്കെ കുറെ തെറ്റൊക്കെ ചെയ്തു പോകും. ശരി, പക്ഷെ നിർത്തണം. ഈ മൗലിദ് രാവ് അതിനു വേണ്ടിയുള്ള ഒരു രാവ്. പ്രതീക്ഷയോടെയാണ് നമ്മുടെ ദുആഇന്റെ മജ്ലിസിലേക്ക് കടക്കേണ്ടത്. റിസാലത്തുൽ ഖുശൈരി എന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്ന ഔലിയാക്കളുടെ ചരിത്രം ആരുടേതാണെന്നറിയാം? ഫുളൈൽ ഇബ്നു ഇയാദ്, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുമ ഇവരുടേതാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശരിക്കും എന്താണ് ഈ ഔലിയാക്കൾ ഈ രണ്ടുപേരെ തന്നെ മെൻഷൻ ചെയ്യാനുള്ള കാരണം? എന്താണ് കാരണം? അതിനെ അവരെ തന്നെ കാരണം കണ്ടെത്തി. എന്താ കാരണം അറിയാം? കാരണം കണ്ടെത്തുന്നത് നേരെ ഈ മാസത്തിന്റെ നായകനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെയും ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ ഉത്ബത്തുൽ ഉലമ തങ്ങളെയൊക്കെ ഔലിയാക്കളുടെ ചരിത്രമാണ് ആദ്യം തന്നെ പറയുന്നെങ്കിൽ അവരൊക്കെ ബാവാമുദൂഗിന് കുത്തുബായി വന്നോരാ. ബാപ്പാന്റെ മുതുകിൽ ഉണ്ടാവുമ്പോൾ ഏറ്റവും ഇളം പ്രായത്തിൽ ഏറ്റവും ചെറിയ നേരത്തെ തന്നെ ഔലിയാക്കളുടെ പോസ്റ്റിൽ ഇടം പിടിച്ച മഹത്തുക്കളാണ് എന്ന് പറഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ നന്നായവരാണ് അർത്ഥം. ആ മഹാന്മാരുടെ ചരിത്രം ഫസ്റ്റ് പറയുമ്പോ നമുക്ക് തോന്നും,
കുറെ ക്രോമിലും യൂട്യൂബിലും ക്യാമ്പസിൽ അടിച്ചുപൊളിയിലും ലഹരിയിലൊക്കെ പെട്ടുപോയി എനിക്കൊന്നും ചാൻസ് ഇല്ലല്ലേ സൂഫിസത്തിന്റെ ലോകത്തേക്ക് എന്നൊരു തെറ്റിദ്ധാരണക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പെണ്ണിലും ദുനിയാവിലും കെട്ടിമറിഞ്ഞ ജീവിതം കുറെ കാലം കഴിഞ്ഞ് പിന്നെ നല്ല ജീവിതം നയിച്ച് ഔലിയാക്കളുടെ തലപ്പത്ത് ചെയർമാൻ കൺവീനറായ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെയും ഇബ്രാഹിം അദ്ഹം തങ്ങളെ തന്നെ ആദ്യം തസവുഫിന്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നതിന്റെ താല്പര്യം മോനെ എത്ര ക്യാമ്പസ് ആയാലും എത്ര യൂട്യൂബ് ആയാലും എത്ര വേണ്ടാത്തവരായാലും നന്നാവിട, ഇത് അള്ളാന്റെ ദീനാണ് എന്ന് പ്രതീക്ഷ തരാനാണ് ആദ്യം തന്നെ ഈ രണ്ട് ഔലിയാക്കളെ കൊണ്ട് തുടങ്ങിയത് എന്ന് ഇബ്നു അത്താ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. നന്നാവാം, അള്ളാഹു നമ്മളെ നന്നാക്കുമാറാവട്ടെ. അതിനുള്ള ഒരു വസീലയാണ്, ഒരു മീഡിയേറ്ററാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ചെറുപ്പക്കാരുടെ ഒക്കെ ഒരു സ്നേഹം, നമ്മളെ തോൽപ്പിക്കുന്ന സ്നേഹം. ചിലപ്പോൾ നീണ്ട മുടിയായിരിക്കും, വെട്ടണം, നെരിയാണിക്ക് താഴെ പാന്റ് ഉണ്ടാവും, ഉയർത്തണം. പക്ഷെ അവര് എത്ര രാത്രിയാ ഉറക്കൊഴിയണം. അവരുടെ വീട്ടിലെ കല്യാണത്തിനേക്കാൾ അപ്പുറത്ത് അവർക്ക് ആവേശമാണ് മൗലിദ് രാവ്, വീടുകളിലുള്ള മൗലിദ്, അതിന്റെ ചീരണി ഒരുക്കൽ, അതിന്റെ സംവിധാനം. മക്കളെ ഇത് മതി, ആഖിറത്തിലേക്ക് ഇത് മതി. ഖാദിം എന്ന ഗ്രന്ഥത്തിൽ സർക്കശി ഇമാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അബൂലഹബ് കൊടിയ കാഫിറായിട്ട് എങ്ങനെ നരകത്തിൽ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടിയത്? മറുപടി അത് വിഷയം വേറെയാണ്, റസൂലുള്ളാഹിയായിട്ട് റിലേറ്റഡ് ആണ്. അതിൽ പിന്നെ നിയമം വേറെ വെക്കേണ്ടി വരും. റസൂലുള്ളാഹിയായിട്ട് റിലേറ്റഡ് ആയാൽ നമ്മൾ രക്ഷപ്പെടും. സ്നേഹ ആത്മാർത്ഥതയോടെ ആയിരിക്കണം, എക്സിബിഷനിസം ഇല്ലാത്ത, കാണിക്കാത്ത, ആരെയും ബോധ്യപ്പെടുത്താത്ത ഒരു സ്നേഹം. നിങ്ങൾ ഈ പച്ച മനുഷ്യന്മാരുടെ സ്നേഹം കാണുന്നില്ല, പച്ച മനുഷ്യന്മാര്. അതാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തവഴിയായിട്ട് വരുന്നത്. എന്താണ് അവരുടെ ഒക്കെ ഒരു സ്നേഹം എന്ന് പറയുന്നത്? ഈ മദ്രസയിലെ കുട്ടികള് ഉമ്മമാരോട് പോയിട്ട് പറയും, മൗലിദ് 30 ദിവസമുണ്ട്, 12 ദിവസം വരെ ഒന്നുമല്ല, 12 രാവ് വരെ ഒന്നുമല്ല, 30 ദിവസം ഉണ്ട്. നമ്മളെ ഏത് ദിവസം ചീരണി കൊടുക്കാൻ പറ്റാന്ന് ഉസ്താദ് ചോദിച്ചിട്ടുണ്ട്. ഈ കുട്ടിയാണെങ്കിൽ യത്തീം കുട്ടിയായിരിക്കും, ഉപ്പ നേരത്തെ ആക്സിഡന്റിൽ മരിച്ചുമായിരിക്കും, ക്യാൻസറിൽ മരണപ്പെട്ടായിരിക്കും. വിധവയായ സ്ത്രീ അഥവാ ഉമ്മാനോടാണ് ഈ കുട്ടി 6ാം ക്ലാസ്സിലുള്ള കുട്ടി ചോദിച്ചേക്കണത്. അപ്പൊ ഈ ഉമ്മ കുട്ടിയുടെ മഹബത്ത് കളയണ്ടെന്ന് കരുതിയിട്ട് പറയും, മറ്റന്നാളാ നമ്മളെ വക ചീരണിയാക്കാം എന്ന് പറയും. അപ്പൊ ഈ കുട്ടിയുടെ ഡയലോഗ്, ഈ പഴംപൊരി ഈത്തപ്പഴംപൊരി എന്ന് പോലത്തെ പഴയ സാധനം ഒന്നും വേണ്ട, എല്ലാവരും ചിക്കൻ റോളും മറ്റൊക്കെ ഉള്ള വലിയ കടിയൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഒപ്പിച്ച് ഓനെ മദ്രസയിലാക്കും. കിച്ചണിൽ വന്നിട്ട് ഈ ഉമ്മ റസൂലുള്ളാഹിനോട് ഒരു മെസ്സേജ് കരഞ്ഞിട്ട്, മുത്തുനബിയെ വീട്ടിലെ ചെലവ് തന്നെ ഒക്കണില്ലല്ലോ, കുട്ടികൾ ഇങ്ങനെ വലിയ ചീരൊക്കെ പറയും, നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് ഒരു കരച്ചിലുണ്ട് അവരുടെ. ഇഷ്കില്ലയിച്ചൊരു കരച്ചിൽ. അരി അരക്കും, ഏതായാലും 15 രൂപ വന്ന ആ കല്ലി ചീത്തപ്പഴൊക്കെ കിട്ടും, പഴയ മോഡല്. 15 രൂപ പാവങ്ങളുടെ അടുത്തില്ല. ഒരു 15 ഉണ്ടെങ്കിൽ നേന്ത്രപ്പഴത്തിന്റെ 1/4 കിലോ പകുതിയോ ഒക്കെ കിട്ടും, 1/2 കിലോ ഒക്കെ കിട്ടും. ഏത്തപ്പഴം ഈത്തപ്പഴം പോയി ഒന്നും അവർക്ക് ആക്കാൻ കഴിയില്ല. അരി അരച്ചിട്ട് അവര് ലാസ്റ്റ് കണ്ണീരൊക്കെ ഉറ്റുന്നുണ്ടാവും. അരി അരച്ചിട്ട് ലാസ്റ്റ് അവർ മഹബത്ത് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു രംഗമുണ്ട്. അന്നും അവൻ മദ്രസയിലേക്ക് പോകുമ്പോ പറയും, ഉമ്മ അടിപൊളി ചീരണി കൊടുത്തേക്കണേ, കടി കൊടുത്തേക്കണേ. ഞാൻ മദ്രസയിൽ പോവാണ്, ചീരണി എടുക്കാൻ ഇന്നാളൊക്കെ വരും, കുട്ടികളെ അവരെയാണ് ഉസ്താദ് നിശ്ചയിച്ചത്. ആ മോൻ പോയിക്കോളെ എന്നൊക്കെ പറയുമ്പോഴും ഉമ്മയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞ് അവൻ കാണാതെ തട്ടം കൊണ്ടിങ്ങനെ തോർത്തുണ്ടാവും. മുത്തുനബിയെ നമ്മളെടുത്ത് ഒന്നുമില്ലല്ലോ നബിയെ, തങ്ങൾക്ക് തരാൻ. ഇത് പറയുമ്പോ ഓർമ്മ വരിക, മദീനത്തേക്ക് തങ്ങൾ ഹിജറ വന്നപ്പോ എല്ലാരും ഓരോ സമ്മാനം കൊണ്ടുകൊടുത്തപ്പോ അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മ പറയുന്നുണ്ട്, ഓരോരുത്തരും തോട്ടത്തിൽ നിന്ന് പലതും പറിച്ചുകൊണ്ടുവന്നപ്പോ എന്റെ അടുത്ത് ഒന്നുമില്ല നബിയെ, എന്റെ കൊച്ചു അനസ് ഉണ്ട്, ചെറിയ മോനാണ്, ഈ മോനെ തങ്ങൾ എടുത്തോളി. അവരുടെ ഇഷ്കണ് നമ്മുടെ നാട്ടിലെ മുഹിബ് ആയ വീട്ടുകാർക്ക് കിട്ടിയേക്കണം. ഇവരെന്നിട്ട് കുറച്ച് പഞ്ചസാര ഒപ്പിച്ചിട്ടിട്ട് ഒരു മധുരമുള്ള അപ്പമാക്കി ആ അപ്പത്തിന് എന്തെങ്കിലും വേറെന്തൊക്കെ കുട്ടികൾക്ക് തിരിയാത്ത വണ്ണം പേരും ഇട്ടിട്ട് കൊടുക്കും. അപ്പോഴവര് ചോദിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലാ നമ്മുടെ അടുത്തൊന്നുമില്ല, സ്വീകരിക്കണേ. അങ്ങനെ നബിദിനർ അലിയുടെ സമയമായി. ഇവരുടെ കയ്യിൽ കാര്യമായിട്ട് പണമൊന്നുമില്ല. ഒരു 50 രൂപ കടം വാങ്ങും അപ്പുറത്ത് വീട്ടിൽ നിന്ന്. ആ കടം വാങ്ങിയിട്ട്
ഒരു പാക്കറ്റ് മിഠായി 50 രൂപക്കൊക്കെ ഇപ്പൊ കാര്യമായിട്ട് മിഠായി കിട്ടും ഇല്ല. എന്നാലും ഈച്ച് വൺ 50 പൈസയുള്ള 100, 120 മിഠായി ഒക്കെ ഉള്ള ഒരു പാക്കറ്റ് കവറും ആക്കിയിട്ട് ഒരു പേപ്പറിൽ പൊതിന് കെട്ടിയിട്ടിട്ട് ഒരു വലിയ കാര്യമാണ് ഈ 50 രൂപയുടെ ഒരു പാക്കറ്റ് മിഠായി. ഈ 3 എത്തി മക്കള്, ഒന്ന് പാല് കുടിക്കുന്ന, ബാക്കി 2 കുറച്ച് വലുത്, അഥവാ 6ാം ക്ലാസ്സിലെ മൂത്ത മോനടക്കം ഈ 3 തല ഒഴിഞ്ഞിട്ട് ഈ ഉമ്മ ദ്വാരക്കണ ഒരു ദ്വാരുണ്ട്. ഒന്നുമില്ല നബി, സ്വീകരിച്ചേക്കണേ. പണക്കാര് വലിയ ഐസ്ക്രീമും ഗാലക്സിയും ബോണ്ടിയും വലിയ ഫ്രൂട്ടിയും ഒക്കെ കൊടുക്കുമ്പോ ഈ സൈനബാക്കി ഇതേ കൊടുക്കാനുള്ളൂ. ഉറപ്പ് സ്വീകരിക്കും. അവരുടെ മഹബത്ത് ഖൽബിൽ നിന്ന് വരുന്ന മഹബത്ത്, ആ ഇഷ്കാണ് നമ്മുടെ ഖൽബിൽ നിന്ന് വരുന്നത്. എന്നിട്ട് അവരിങ്ങനെ മതിലിന്റെ മേലെ വെച്ചിട്ട് ഹിജാബൊക്കെ ഇങ്ങനെ നനയുന്നുണ്ടാവും. എന്തിനാ അവര് കഴിയണത് നമുക്കറിയില്ല. അങ്ങനെ മതിലിന്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ SSFന്റെ കുട്ടികളെ എന്നൊക്കെ സൗണ്ടൊക്കെ ആക്കിയിട്ട് വിളിച്ച് എടുത്തോളി എന്ന് പറയുമ്പോ ഈ കുട്ടികൾ ഇങ്ങനെ പ്ലേറ്റിൽ നിരത്തി ഈ മിഠായി കൊടുക്കുമ്പോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ മിഠായി വേണ്ട വരില്ല. അവരിങ്ങനെ നോക്കിയിട്ട് ചെറിയ മിഠായി ലോക്കൽ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ പോകുമ്പോ ഈ ഉമ്മ വീണ്ടും കരിയും. ആർക്കും വേണ്ടല്ലേ, നമ്മളെ മിഠായി ആയിരിക്കും വേണ്ടല്ലേ എന്ന അർത്ഥത്തിലായിരിക്കും ആഗ്രഹിച്ചത്. അപ്പോഴും ഉള്ളിൽ നിന്നൊരു പൊട്ടലുണ്ടാവും, മുത്തിനവിക്ക് വേണമായിരിക്കും അല്ലേ. അപ്പൊ തങ്ങൾ റൗദയിൽ നിന്ന് ഒരു പച്ച ടിക്ക് വരും. ആ മോളെ സൈനബയുടെ അല്ലെങ്കിൽ ഫാത്തിമയുടെ അവരുടെ മഹബത്താണ്. ഞാനൊരു ചരിത്രം പറഞ്ഞ് നിർത്താന്ന് വിചാരിച്ചു.